നമ്മൾ വീണ്ടും രണ്ടാമത്തെ ഐറ്റം, കാരണം ആദ്യത്തെ കഴിച്ചിട്ട് വിശപ്പ് മാറിയില്ല, അത് കയ്യിലിരിക്കുകയാണ്, കഴിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ പിന്നെ രണ്ടാമത്തെ ഒന്നുകൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. വീണ്ടും അതിന് 50 രൂപ കൊടുത്തു. ഇതിൻ്റെയും പേര് എനിക്കറിയത്തില്ല കേട്ടോ. ഇതുപോലെ എണ്ണയിലിട്ട് സാധാരണ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് അവരെന്തൊക്കെ വാരിയിട്ടോ എന്തൊക്കെയോ സോസ് ഒഴിച്ചു, വെള്ള സാധനം ഒഴിച്ചു, പയറ് മുളപ്പിച്ചതുപോലെ എന്തോ സാധനം ഇട്ടു, സവാള ഇട്ടു, അങ്ങനെ നംകിൻ വരെ വാരിയിട്ടു. ഇവരുടെ മെയിൻ ഐറ്റം കേട്ടോ നംകിൻ ഇല്ലാത്തൊരു പരിപാടിയില്ല ഇവിടെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വരെ നംകിനും ചായയും കുടിച്ചിട്ട് പോകുന്ന ആൾക്കാരാട്ടോ ഗുജറാത്തികൾ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് ഞാൻ അങ്ങോട്ട് കൊടുത്തു കേട്ടോ. അപ്പം ഒരു സ്പൂൺ, എനിക്ക് വലിയ പ്രതീക്ഷ ഇതിലില്ലായിരുന്നു, കാരണം കണ്ടപ്പോഴേ എന്നാലും വിശക്കുമല്ലേ, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ. ഗുജറാത്തിൽ നിന്നുകൊണ്ട് വെറൈറ്റി സാധനങ്ങൾ ടേസ്റ്റ് ചെയ്യണ്ടേ. പുള്ളിക്ക് അത് പറഞ്ഞാൽ അതും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ആ കുഴപ്പമില്ലായ്മയിൽ ഒരു കുഴപ്പം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ വായിലോട്ട് വെച്ച് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ആ നംകിന്, ആ മിക്സറിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും എരിവും മധുരവും പുളിയും എല്ലാം കൂടെ ചേർന്നൊരു ടേസ്റ്റ് എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവരെല്ലാം മധുരക്കാരായതുകൊണ്ട് എനിക്കെന്തോ അത് പിടിച്ചില്ല. എന്നാലും ഒരു വായുടെ കഴിച്ചു. എന്താ അവസ്ഥയെന്ന് അറിയത്തില്ല വയറ്റിന്. എന്തായാലും ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ.